ഇനി ഇതിന്റെ അവസാനമായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട മറ്റൊന്ന്, ഇവിടെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് പറഞ്ഞത് ഹദ്ദസന അസ്സാദിഖുൽ മസ്ദൂഖ് എന്നാണ് പ്രവാചകനെ സംബന്ധിച്ച് അദ്ദേഹം പ്രയോഗിച്ചത്. പക്ഷെ യഥാർത്ഥത്തിൽ ഒരു സംശയവുമില്ലാത്തൊരു കാര്യമാണെന്ത്, അഥവാ മക്കത്തെ മുശ്രിക്കീങ്ങൾക്ക് പോലും സംശയമില്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണെന്നുള്ളത്, സ്വാദിഖാണ് എന്നുള്ളത്, അൽ അമീനാണെന്നുള്ളത്. പക്ഷെ എന്തുകൊണ്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അങ്ങനെ ഒരു പ്രയോഗം അവിടെ നടത്തി? അതിന്റെ കാരണം പണ്ഡിതന്മാർ പറയുന്നു, അദ്ദേഹം ശേഷം പറയാൻ പോകുന്ന കാര്യങ്ങൾ ഗൈബിയായ വിഷയങ്ങളാണ് പലതും ഗൈബിയായ വിഷയങ്ങളാണ്. അങ്ങനെയുള്ള വിഷയങ്ങൾ പറയുന്നത് ആരാണ് എന്ന് നമ്മുടെ മനസ്സിലുണ്ടാവണം. ചിലപ്പോൾ ആധുനിക വൈദ്യശാസ്ത്രമൊക്കെ ഒരുപാട് പുരോഗതി പ്രാപിച്ചിട്ടുണ്ടായിരിക്കും, ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുണ്ടായിരിക്കും, ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഹദീസുകളൊക്കെ കേൾക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ വിചാരിക്കും, ഇത് ശാസ്ത്രം പറയുന്നതോട് അത്ര യോജിക്കണില്ലല്ലോ എന്നൊരു തോന്നൽ നമുക്ക് വന്നേക്കും. ഒരിക്കലും അത് വന്നു പോകരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് വഹീന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ ഇത് മനസ്സിൽ ഉൾക്കൊണ്ടിരിക്കണം. അതുകൊണ്ടാണ് അദ്ദേഹം അത് പ്രത്യേകമായി ഗൈബിയായ വിഷയമായതുകൊണ്ട് തന്നെ അത് സൂചിപ്പിക്കാനുള്ള കാരണം ശാസ്ത്രം ഇന്ന് പറഞ്ഞതായിരിക്കില്ല നാളെ പറഞ്ഞതായിരിക്കില്ല 10 വർഷം കഴിയുമ്പോൾ പറയാം, അവർ മാറ്റി പറയും. പക്ഷെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് അത് വഹീന്റെ അടിസ്ഥാനത്തിലാണ്, അതിനൊരു യാതൊരു മാറ്റവുമില്ല എന്ന് നമ്മുടെ മനസ്സിൽ ഉറച്ചു വേണം എന്നുള്ളതാണ് അവസാനമായിട്ട് ആ ഹദീസുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്.